നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ടീച്ചർ എന്ന രീതിയിൽ നിങ്ങൾക്ക് പലർക്കും എന്നെ അറിയായിരിക്കും. അതായത് നമ്മുടെ ജനറൽ PSC എക്സാം, കൊമേഴ്സ് ബേസ്ഡ് എക്സാം ഒക്കെ യൂട്യൂബ് അതോടൊപ്പം തന്നെ ടെലഗ്രാമിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ എന്ന രീതിയിൽ നിങ്ങൾക്ക് പലർക്കും എന്നെ അറിയാം. എന്നാൽ ഒരു സ്റ്റുഡൻറ് എന്ന രീതിയിൽ എത്ര പേർക്ക് എന്നെ അറിയാം? വളരെ കുറച്ച് പേർക്ക് മാത്രമേ എന്നെ അറിയുകയുള്ളൂ അല്ലേ. നമ്മളായിട്ട് ഡെയിലി കോണ്ടാക്റ്റുള്ള കുറച്ച് പിള്ളേർക്ക് മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു ജേണി ഇന്നിവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കാൻ കാരണം, ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞ് കുറച്ച് മെസ്സേജുകൾ എനിക്ക് വന്നു. എപ്പോഴും ഇങ്ങനെ ജനറൽ എക്സാമുകൾ കഴിയുമ്പോൾ അത്ര മെസ്സേജുകൾ വരാറില്ല. കൊമേഴ്സ് ബേസ്ഡ് എക്സാം കഴിയുമ്പോഴാണ് കൂടുതലായിട്ടുള്ള മെസ്സേജുകൾ എനിക്ക് വരാറ്. പക്ഷേ ഒരു ജനറൽ PSC എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് മെസ്സേജുകൾ വന്നു. അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ എക്സാം കുറച്ച് ടഫായിരുന്നു, പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം. അതല്ലാതെ കൂടുതലായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണമായിട്ടുള്ള കുറച്ച് മെസ്സേജുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർക്കിംഗ് വുമൻസിൻ്റെ കയ്യിൽ നിന്നായിരുന്നു. അതായത് അവർക്ക് പഠിക്കണം, അവർക്ക് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന പ്രൈവറ്റ് മേഖലയിൽ നിന്ന് മാറി ഇതിലേക്ക് വരണം, ഗവൺമെൻറ്റിലേക്ക് വരണം, സർവീസിലേക്ക് വരണം എന്നുണ്ട്. പക്ഷെ അവർക്ക് പഠിക്കാൻ സമയം കിട്ടുന്നില്ല. ഇൻ കേസ് പഠിക്കാൻ സമയം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ ലീവ് എടുത്ത് അവർ പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ തന്നെ എന്ത് പഠിക്കണം എന്നൊരു ആകെ ഒരു കൺഫ്യൂഷൻ. അവർ തുടങ്ങുന്നിടത്തല്ല അവർ നിർത്തുന്നത്. എവിടെ തുടങ്ങണമെന്നോ ഒന്നും അറിയില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞ് ഒരു 3-4 വോയിസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ബേസിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ എങ്ങനെയാണ് എൻ്റെ ജേണി എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ കുറച്ച് നാളുകളായിട്ട് സ്ഥിരമായിട്ട് യൂട്യൂബിൽ കാണുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് കുറച്ച് നാളുകൾ ഞാൻ നല്ലൊരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു 1.5-2 വർഷം അടുപ്പിച്ച് നമ്മൾ യൂട്യൂബിലും അതോടൊപ്പം തന്നെ ടെലഗ്രാമിലും അപ്ഡേറ്റ്സ് ഒന്നും ഇടാറുണ്ടായില്ല. ആകെ കുറച്ച് ഗ്യാപ്പൊക്കെ ആയിരുന്നു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കൊരു കുഞ്ഞാവയൊക്കെ ഉണ്ടായി. ഇപ്പോൾ 1.5 വയസ്സൊക്കെ ആയിട്ടോ അവന്. അപ്പോൾ ആ ഒരു സമയം പൂർണ്ണമായിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റാതിരുന്നുകൊണ്ട് അത് പൂർണ്ണമായിട്ടും ഗ്യാപ്പിട്ട് നിൽക്കുമായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ വീണ്ടും എന്ത് ചെയ്തു, റീസ്റ്റാർട്ട് ചെയ്ത് നിങ്ങളിലേക്ക് ഓരോന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് ലഭിക്കുന്ന സമയം എന്ന് പറയുന്നതാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അവൻ രാവിലെ ഉറങ്ങുന്ന ഒരു 1.5-2 മണിക്കൂറാണ് എനിക്ക് രാവിലെ മോർണിംഗ് ടൈം കിട്ടുന്നത്. പിന്നെ കിട്ടുന്നത് കുഞ്ഞുറങ്ങി രാത്രി ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു 11:30 ആയി ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമുള്ള സമയമാണ് കിട്ടുന്നത്. അപ്പോൾ രാവിലെ ഞാൻ മിക്കവാറും ചെയ്യുന്നത് പഠിക്കുക, അതോടൊപ്പം തന്നെ PDF എന്തെങ്കിലും ഉണ്ടെങ്കിൽ തയ്യാറാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഇനി രാത്രിയാണ് മിക്കവാറും റെക്കോർഡ് ചെയ്യുന്നത്. അല്ലാതെ ഇടയ്ക്ക് സമയം കിട്ടുകയാണ്, വൈകുന്നേരങ്ങളിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഞ്ഞിനെ ഏൽപ്പിച്ച് റെക്കോർഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഇടയ്ക്കൊരു സൗണ്ടൊക്കെ കേൾക്കാറില്ലേ. ചിലർ കമൻറ്റ് ചെയ്യാറുണ്ട്, ബാക്കിൽ നിന്ന് വേറെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. അതങ്ങനെയുള്ള സമയത്താണ് ആ സൗണ്ടൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 4 മണിക്കൂറൊക്കെയാണ് മാക്സിമം 1 ഡേ എനിക്ക് കിട്ടുന്നത്. ആ 4 മണിക്കൂറിലാണ് ഞാൻ പഠിക്കുന്നതും ആ ക്ലാസ് പ്രസൻറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഈ ഒരു വർക്കിംഗ് വുമൻസ് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ രാവിലെ എണീക്കുന്നു, അവർക്ക് ആകെ കിട്ടുന്നത് എന്താണ്, വീട്ടുജോലി ചെയ്യാനുള്ള സമയം കിട്ടുന്നു, പിന്നെ അവർ ഓഫീസിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ബാക്കി വീട്ടുജോലി ചെയ്യുന്നു, ഉറങ്ങുന്നു, ആ ഒരു രീതിയാണ്. പിന്നെ എക്സാമിനോടനുബന്ധിച്ചാണ് അവർ രാത്രി അല്ലെങ്കിൽ രാവിലെ എണീറ്റ് കുറച്ച് സമയം മാറ്റി വെച്ച് പഠിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ അത് നമ്മളൊന്ന് മാറ്റിയെടുക്കുക, അതാണ് എനിക്കിന്ന് പറയാനുള്ളത്. ആ ഒരു എക്സാമിനോടനുബന്ധിച്ച് നമുക്കൊരു ത്വരയുണ്ടല്ലേ, എനിക്ക് പഠിക്കണം, എന്താ കിട്ടുന്ന എല്ലാ പേപ്പറും ഓരോ സൈഡിൽ നിന്ന് ഓരോരോ പേപ്പർ വാങ്ങിച്ച് നമ്മളിത് പഠിക്കും. അല്ലെങ്കിൽ ഓരോ ബുക്ക് പല റാങ്ക് ഫയലിൽ നിന്നും ഓരോ ഭാഗം പഠിച്ച് ആകെ കൺഫ്യൂഷനായി ഒന്നും എത്താതിരിക്കും. പക്ഷേ ഈ സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് അവിടെ, നമുക്ക് കൺസിസ്റ്റൻസി വേണം അല്ലേ. കൺസിസ്റ്റൻ്റായി നമ്മൾ പഠിച്ചാൽ മാത്രമേ, പഠിക്കുക മാത്രമല്ല എന്ത് കാര്യമായിക്കോട്ടെ, നമ്മൾ കൺസിസ്റ്റൻ്റായി ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആ കൺസിസ്റ്റൻസി നമുക്ക് ഒരുമിച്ച് നേടാം. എങ്ങനെ? പുതിയൊരു സീരീസിലൂടെ. അതായത് ഏറ്റവും ബേസ് മുതൽ അല്ലെങ്കിൽ ഏറ്റവും 0 മുതൽ നമുക്ക് പഠിച്ചു തുടങ്ങാം. എനിക്കും അതൊരു റീസ്റ്റാർട്ടാണ്, നിങ്ങൾക്കും. ഇപ്പോൾ നമ്മുടെ PSC ഏജ് ലിമിറ്റൊക്കെ കൂട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും ബേസ് മുതൽ, അതായത് SCRT 5ാം ക്ലാസ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഈ ജേണിയിൽ എല്ലാവരും പങ്കാളികളാകുക. അതെങ്ങനെയാണെന്നല്ല അതിൻ്റെ ക്ലാസ് വിവരങ്ങൾ പറയാം. നമ്മൾ യൂട്യൂബിലായിരിക്കും ക്ലാസ് ഇടുന്നത്, ഫ്രീ ക്ലാസ് ആണ് കേട്ടോ. യൂട്യൂബിലായിരിക്കും ക്ലാസ് ഇടുന്നത്. ഓരോ ടോപ്പിക് വൈസ് LDC, അതോടൊപ്പം തന്നെ +2 ലെവല്, LGS ലെവല്, ഡിഗ്രി ലെവല് എല്ലാ എക്സാമിനും ഒരുപോലെ പഠിക്കാൻ പാകത്തിനാണ് നമ്മൾ ക്ലാസ് തയ്യാറാക്കുന്നത്. അതെങ്ങനെയാണല്ലേ LGS മുതൽ ഡിഗ്രി ലെവൽ വരെ ഒരുമിച്ച് പഠിക്കുക അല്ലേ. അതായത് സ്പെഷ്യൽ ടോപ്പിക്സ് അല്ല നമ്മൾ പറയുന്നത്. സ്പെഷ്യൽ ടോപ്പിക്സ് മാറ്റി നിർത്തിയിട്ട്, ഇപ്പോൾ ഫോഴ്സ് അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമിനുള്ള സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് ഇപ്പോൾ ഒരു ബേസ് 5ാം ക്ലാസ്സിൽ SCRT നമ്മൾ പഠിക്കുവാണെങ്കിൽ ആ ഒരു ചാപ്റ്റർ എടുക്കുവാണ് നമ്മൾ. ആ ഒരു ചാപ്റ്ററിൽ
ഏതൊക്കെയാണ് ഇപ്പോൾ വൺ ലൈനർ ആയിട്ട് LGSനും അല്ലെങ്കിൽ LDCക്കും വരുന്നതും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ്മെന്റ് രീതിയിൽ എങ്ങനെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നു, അതേതിനാണ് ഡിഗ്രി ലെവലിന്. അപ്പം എല്ലാ രീതിയിലും നമ്മൾ പഠിച്ചു പോവുകയാണ് ചെയ്യുന്നത്, അത് പഠിപ്പിക്കുന്നുണ്ട്. അതാണ് എല്ലാ ലെവലിലും യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ക്ലാസ്സുകൾ എടുക്കുന്നതെന്ന് പറഞ്ഞത്. പിന്നെ അത് മാത്രമല്ല നമ്മൾ ടോപ്പിക് വൈസ് ആണ് എടുക്കുന്നത്. ചിലപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, ജോഗ്രഫി, അങ്ങനെ ടോപ്പിക് വൈസ് ആണ് SCRT ക്ലാസ് എടുക്കുന്നത്. ഇപ്പം 5ാം ക്ലാസ് തീർത്ത് 6ാം ക്ലാസ് അങ്ങനെയല്ല, ടോപ്പിക് വൈസ് ആയിട്ട് ഇപ്പം ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ക്ലാസ്സുകൾ തീർക്കുന്നു. വീക്കിലി ചിലപ്പോൾ 2 സബ്ജക്റ്റ് ഉണ്ടാവും, ചിലപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി, ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ മാറി മാറി എടുക്കുന്നു. പിന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് അല്ലേ. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം വിട്ട് കളഞ്ഞിട്ട് നമുക്കൊരു കളിയില്ല. അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സ്. അപ്പോൾ മാത്സും ഇംഗ്ലീഷും മലയാളവും നമ്മൾ ടെലഗ്രാമിൽ വൊക്കാബുലറി, നമ്മുടെ ഇംഗ്ലീഷിൻ്റെ മലയാളത്തിൻ്റെ വൊക്കാബുലറി ടെലഗ്രാമിൽ ഇട്ട് തരും. ഡെയിലി പഠിക്കേണ്ട കാര്യങ്ങൾ അതിലിട്ട് തരും, അത് പഠിക്കണം. പിന്നെ അല്ലാത്ത ക്ലാസ്സുകൾ നമ്മൾ വീഡിയോ ആയിട്ട് ഒരു ടോപ്പിക് എന്ന രീതിയിൽ വീഡിയോ ആയിട്ട് ചെയ്യും. ഇപ്പോൾ LDC 2027 ഒക്ടോബർ നവംബറിലൊക്കെയാണ് നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ സമയമാകുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സമയം കിട്ടുമല്ലോ, അപ്പോഴത്തേക്കും പഠിച്ചെടുക്കാൻ പാകത്തിന് പഠിച്ചാൽ മതി അല്ലേ. അല്ലാതെ തിരക്കിട്ട് ഇപ്പൊ പറഞ്ഞ പോലെ എനിക്ക് സമയം കിട്ടുന്നില്ല, എക്സാമിന്റെ ടൈമിൽ മാത്രമേ പഠിക്കുന്നുള്ളൂ എന്നല്ല. ഡെയിലി നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക, ഇച്ചിരി നേരം പഠിക്കുക. നമ്മൾ കുറേ വീഡിയോസ്, 4-5 വീഡിയോസ് ഒന്നും തരുന്നില്ല, 1-2 വീഡിയോ, മാക്സിമം ഒരു മണിക്കൂർ 1.5 മണിക്കൂർ നിങ്ങൾക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പഠിക്കാവുന്നതേ ഉള്ളൂ. ആ രീതിയിൽ നമുക്ക് ക്ലാസ്സുകൾ പഠിച്ചെടുക്കാം. പിന്നെ മാത്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാത്സ് നമ്മൾ ഒരു ടോപ്പിക്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു മെത്തേഡ് നമ്മൾ ഒരു ദിവസം പഠിക്കുന്നു, അടുത്ത മെത്തേഡ് വേറൊരു ദിവസം പഠിക്കുന്നു. അതും മാറി മാറി, എന്നും ഡെയിലി അല്ലാട്ടോ, മാറി മാറി. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ മാറി മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ദിവസവും ഇപ്പോൾ ഒരു GK ക്ലാസ്, മാത്സ് ക്ലാസ്സും ഉണ്ട്. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് ആകെ ഇതാവും അല്ലേ. 2-3-4 ക്ലാസ് ഒരു ഡേ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും പഠിക്കാൻ പറ്റില്ല. നമുക്കപ്പോൾ ഒരു റീസ്റ്റാർട്ട് അല്ലേ ഇത്. അപ്പം അതുകൊണ്ടാണ് പയ്യെ പയ്യെ തുടങ്ങുന്നു. എല്ലാവരും കണ്ട് എല്ലാവരും ഓക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസ്സുകൾ കുറച്ചും കൂടി ആഡ് ചെയ്യുന്നു. പക്ഷേ നമ്മൾ ഈ എക്സാമിന് മുന്നേ തന്നെ പഠിച്ചു തീർക്കുകയും ചെയ്യും. ഓക്കെ, ഡെയിലി നിങ്ങൾക്ക് പഠിക്കാൻ എന്തായാലും ഉണ്ടാവുന്നത് ഏതൊക്കെയാണെന്നറിയാവോ? ഏതൊക്കെയായിരിക്കാം? വൊക്കാബുലറി അല്ലേ. ഇംഗ്ലീഷ്, മലയാളം വൊക്കാബുലറിയാണ്. സൺഡേ ക്ലാസ് ഉണ്ടാവില്ല. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ്. LDCക്കൊക്കെ 20 മാർക്കുള്ള കാര്യമാണല്ലേ കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് ഒരുവിധം എല്ലാവരും പഠിക്കുന്ന എല്ലാവരും കുറച്ച് ഇതുവരെയുള്ള നോക്കിയിട്ടുണ്ടാവും. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വീക്കിലി കറണ്ട് അഫയേഴ്സ് ആണ്. അതായത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2026 ജനുവരി മുതലാണ്. ജനുവരി 1 മുതൽ 7 വരെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന വീക്കിൽ എല്ലാ സാറ്റർഡേയിലും ആയിരിക്കും കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുക. അതെങ്ങനെയായിരിക്കും? അതും ടോപ്പിക് വൈസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാം PPT ആയിരിക്കും കേട്ടോ. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ ആ ഒരു PPT ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ എക്സ്ട്രാ പറയുന്ന പോയിന്റ്സ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുകയും ചെയ്യുക. ഓക്കെ, അങ്ങനെ വീക്കിലി കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ എല്ലാ സാറ്റർഡേയും തരുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്താണ്? കൺസിസ്റ്റൻസി വേണം. പിന്നെ എന്താണ് വേണ്ടത്? നമ്മൾ നന്നായി വർക്ക് ചെയ്യണം. പിന്നെ എന്താണ് വേണ്ടത്? റിവിഷൻ വേണം അല്ലേ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് റിവൈസ് ചെയ്യണം. അത് ഓരോ വീക്കും പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ റിവൈസ് ചെയ്യുന്നു. എങ്ങനെ? എക്സാമിൽ കൂടെ. എക്സാം maybe നമ്മുടെ ടെലഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ആയിരിക്കും. അത് വരുന്ന മുറയ്ക്ക് നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഓരോ ദിവസവും ഇപ്പോൾ മൺഡേ ആണ്, നെക്സ്റ്റ് മൺഡേ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നെക്സ്റ്റ് വെനസ്ഡേ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, ഇന്ന് ഓരോ ദിവസവും പഠിക്കേണ്ടത് എന്താണ്? ഇന്ന ദിവസം ഇന്ന ചാപ്റ്റർ നോക്കുക, ഇത്രയും വൊക്കാബുലറി പഠിക്കുക എന്നുള്ളത് നമ്മുടെ ടെലഗ്രാം ചാനലായ ആദിരാജിൽ PSCയിലായിരിക്കും ഇടുന്നത്. അപ്പോൾ അതിൽ എല്ലാവരും ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുറച്ചും കൂടി എല്ലാ അപ്ഡേറ്റ്സും ഇനി നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടി കുറച്ച് ക്ലാസ്സുകളൊക്കെ എനിക്ക് തരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയുള്ള ക്ലാസ്സുകൾ എന്ന് പറയുന്നത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും. ഇതുപോലെ ആയിരിക്കില്ല, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്ലാനാണ് ഞാൻ ഈ തയ്യാറാക്കിയിരിക്കുന്നത്. ഓരോ ദിവസത്തിന് വേണ്ടിയിട്ട് അത്രത്തോളം എഫേർട്ട് എടുത്ത് നമ്മുടെ SCRT ടെക്സ്റ്റ് മാത്രമല്ല, SCRT ടെക്സ്റ്റിന് അപ്പുറമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടീച്ചേഴ്സിൻ്റെ ഹാൻഡ് ബുക്ക്, കാര്യങ്ങൾ, മാനുവൽസ് എല്ലാം നോക്കുന്നുണ്ട്. അങ്ങനെ അത്രത്തോളം ക്ലിയർ ആയിട്ട് ഡിഗ്രി ലെവൽ എക്സാം വരെ ക്രാക്ക് ചെയ്യാൻ പാകത്തിന് നമ്മൾ ഏറ്റവും ബേസ് തൊട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ജേണിയിൽ എല്ലാവരും പങ്കാളികളാകുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്